നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരണാനന്തരം തന്റെ ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന് ദാനം ചെയ്ത വാർത്ത കേട്ടിരിക്കുമല്ലോ. എന്നാൽ ഇങ്ങനെയൊരു മഹത്തായ ദാനം എങ്ങനെ ചെയ്യാം? ആരൊക്കെ ഇതിന് തയ്യാറാകാം? എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇതിന് വേണ്ടത്? നിങ്ങളുടെ ശരീരം പഠനത്തിനായി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നൽകാം? ഇവയുടെ വിശദാംശങ്ങൾ നോക്കാം. മരണാനന്തരം മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാം? കേരളത്തിൽ ആദ്യമായി ശരീരദാനം നടത്തിയ വ്യക്തി ആര്? ഓരോ മൃതദേഹവും ഓരോ ഗുരുവാണെന്നാണ് പ്രമുഖ വൈദ്യശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യശാസ്ത്ര പഠനത്തിനായി വരുന്ന കുട്ടികൾ ഈ ശരീരം, അതായത് കടവാർ ഭാഗങ്ങൾ കണ്ടും തൊട്ടും കീറിയുമൊക്കെയാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത്. വൈദ്യശാസ്ത്ര പഠനത്തിന് കടവാറുകൾ അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. ജീവിച്ചിരിക്കുമ്പോഴേ തന്റെ ഭൗതിക ശരീരം പഠിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന കാര്യം ബന്ധുമിത്രാദികളുമായി പങ്കുവെക്കുക. അതിനുള്ള ആഗ്രഹവും സമ്മതവും വേണ്ടപ്പെട്ടവരെ വിശദമായി അറിയിക്കുക. പെട്ടെന്നുള്ള മരണം ആർക്കും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിനെ രേഖമൂലം വിവരമറിയിച്ചാൽ മൃതദേഹം കൈമാറാവുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു രീതിയിലും ശരീരം കൈമാറാനുള്ള നടപടിക്രമങ്ങളുമുണ്ട്. മൃതദേഹം ദാനം ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള സമ്മതപത്രം 100 രൂപയുടെ മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയാൽ മതി. ദാതാവിന്റെ അനന്തരാവകാശികളായ ഉറ്റ ബന്ധുക്കളുടെ സമ്മതം നിർബന്ധമായും ഉണ്ടായിരിക്കണം. 2 സാക്ഷികൾ പേര് സഹിതം ഒപ്പുവെക്കണം. ബന്ധുക്കൾ ഇല്ലാത്ത പക്ഷം അക്കാര്യം വ്യക്തമായിരിക്കണം. മരണാനന്തരം മൃതശരീരദാനം സമ്മതപത്രം ആശുപത്രിയിൽ നൽകിയാൽ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികാരികളിൽ നിന്ന് സ്വന്തം ഡയറിയിലോ പോക്കറ്റിലോ സൂക്ഷിക്കുന്നതിന് ഒരു തിരിച്ചറിയൽ രേഖ നൽകുന്നതാണ്. മരണാനന്തരം മൃതശരീരം സ്വന്തം ചിലവിൽ അതത് മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വൈകുകയാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ച ശേഷം കൈമാറിയാലും മതി. മരണാനന്തര ക്രിയകൾ ചെയ്യേണ്ടി വന്നാൽ എല്ലാ കർമ്മങ്ങൾക്കും ശേഷം മൃതശരീരം കൈമാറിയാലും മതി. മൃതശരീരം കൊണ്ടുപോകുന്നതിനുള്ള സമയം കൃത്യമായി അധികൃതരെ അറിയിക്കുക. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനൊതുങ്ങുന്ന മൃതദേഹങ്ങൾ അനാട്ടമി ഡിപ്പാർട്ട്മെന്റാണ് സ്വീകരിക്കുന്നത്. മൃതദേഹം ദാനം ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള സമ്മതപത്രം താഴെ പറയുന്ന മെഡിക്കൽ കോളേജുകളിലെ ഫോൺ നമ്പറുകളിൽ അനാട്ടമി വിഭാഗത്തിലോ അതത് ആശുപത്രികളിലോ പ്രിൻസിപ്പലിനോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട്, തൃശൂർ, പാലക്കാട് എന്നീ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സമ്മതപത്രം നൽകാവുന്നതാണ്. 1980 സെപ്റ്റംബർ 28 കേരളത്തിൽ ആദ്യമായി ശരീരദാനം നടന്നത്. കോഴിക്കോട് ഇരിങ്ങൽ സ്വദേശിയും മാഹി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ഇരിങ്ങൽ കൃഷ്ണൻ തന്റെ അമ്മ കെ കല്യാണിയുടെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകി. തുടർന്നുള്ള ശരീര അവയവദാനങ്ങൾക്കു മാതൃക പ്രചോദനമായി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദേഹദാനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ പല പ്രമുഖ നേതാക്കളും അവരുടെ ദേഹം പഠനാവശ്യത്തിനായി നൽകിയിട്ടുണ്ട്. ബംഗാൾ മുൻ മുഖ്യമന്ത്രിമാരായ ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ലോക്സഭാ മുൻ സ്പീക്കർ സോമനാഥ് ചാറ്റർജി, ജനസംഘ നേതാവ് നാനജി ദേശ്മുഖ്, മുൻ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ A അച്യുതൻ, വനിതാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജോസഫൈൻ തുടങ്ങിയവരാണ് ശരീരം മെഡിക്കൽ കോളേജുകൾക്ക് നൽകി മുൻ മാതൃകകൾ. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അമ്മ കൽപ്പകം യെച്ചൂരിയുടെ മൃതദേഹവും അവരുടെ ആഗ്രഹപ്രകാരം എയിംസിന് 2021 കൈമാറിയിരുന്നു. യെച്ചൂരിയുടെ ഭൗതിക ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിനായി ആശുപത്രി അധികൃതരെ ഏൽപ്പിച്ചു. അധികമൊന്നും അറിയപ്പെടാത്ത നിരവധി പേർ അവരുടെ ശരീരങ്ങൾ മെഡിക്കൽ കോളേജുകൾക്ക് നൽകാറുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.